ഹലോ, ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സ്വന്തം കല്യാണത്തിന് സ്വന്തമായിട്ട് കാർ ഓടിച്ച് ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്ന ഹലോ. അപ്പം ഇനി ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. എൻ്റെ സിസ്റ്ററിൻ്റെ മാരേജാണ്. ഞങ്ങളുടെ ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോന് ശേഷം ഇങ്ങനത്തെ ഒരു ഫാമിലി ഫങ്ഷൻ്റെ വീഡിയോ ഞാൻ ആദ്യമായിട്ടായിരിക്കും പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളിതാ രാവിലെ തന്നെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് വന്നിരിക്കുകയാണ്. കൂടെ തന്നെ അമ്മയും അമ്മമ്മയും ഉണ്ട്. ഇനി ഈ ഓഡിറ്റോറിയത്തിനെ പറ്റിയിട്ട് പറയാം. ഇത് ഗ്രീൻ ഓക്ക് എന്നാണ് ഓഡിറ്റോറിയത്തിൻ്റെ പേര്. ഇതൊരു നേച്ചർ തീമിൽ ചെയ്തിരിക്കുന്ന ഓഡിറ്റോറിയം ആണ്. കല്യാണമൊക്കെ സെറ്റ് ആവുന്നതിന് മുന്നേ ഗ്രീൻ ഓക്കിൽ വെച്ചിട്ട് കല്യാണം ചെയ്യണം എന്ന് അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ ഗ്രീനറിയും ആ ഓഡിറ്റോറിയത്തിൻ്റെ ഭംഗി കൊണ്ട്. പക്ഷേ ഈ പറയുന്ന അത്രയ്ക്കൊന്നും ഈ വീഡിയോയിൽ കവറായിട്ടില്ല കേട്ടോ. കല്യാണത്തിൻ്റെ തിരക്കുകളും മറ്റൊക്കെ കാരണം എനിക്ക് വീഡിയോ എടുക്കാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. ബ്യൂട്ടീഷ്യനൊക്കെ എത്തുന്നതിന് മുന്നേ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി. കാരണം എൻ്റെ കല്യാണത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് നേരത്തെ നമ്മൾ മേക്കപ്പിന് പോയില്ലെങ്കിൽ മേക്കപ്പ് ചളവാകും എന്നൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ആ ഓർമ്മയിൽ ഞങ്ങൾ നേരത്തെ വന്നു. മേക്കപ്പ് റൂമിൽ വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിലും മേക്കപ്പ് സൂപ്പറായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി, നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു. മേക്കപ്പ് ചെയ്തത് വടകരയിലുള്ള ഒരു മാജിക് മിറർ ബ്യൂട്ടി ക്ലിനിക്, അവിടെയുള്ള പ്രഭിത എന്നാണ് ചേച്ചിയുടെ പേരെന്നാണ് എനിക്കൊരു ഓർമ്മ. അടിപൊളി എന്നെ ഒരുക്കിയത് നോക്ക്, ഞാൻ ആളെ മാറിപ്പോയി. ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നന്നായിട്ട് മേക്കപ്പ് ആയിട്ടുണ്ട് ചേച്ചി, സൂപ്പറായിട്ടുണ്ട്. ആനക്കുട്ടി പുറപ്പെട്ട് നിന്ന പോലെ ഉണ്ടോ? ഏട്ടൻ അടിപൊളിയായിട്ടുണ്ട്. ഷർട്ട് നന്നായി ചേരുന്നുണ്ട്. ഓവറാക്കല്ലേ? എങ്ങനെയുണ്ട് റിയാക്ഷൻ എനിക്ക് കണ്ടത്? എങ്ങനെയുണ്ട് മനസ്സിലേക്ക്? എങ്ങനെയുണ്ട്? എനിക്ക് നടക്കാൻ പറ്റില്ല. അടിപൊളിയല്ലേ ഗൈസ്? ഈ വർക്ക് മൊത്തം ഞാനാ ചെയ്തത്. ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം ഞാനായിരിക്കും ഒത്തിരി ആഗ്രഹിച്ച് വെയിറ്റ് ചെയ്തിരുന്നു കണ്ടത്. ബിക്കോസ് ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നപ്പോൾ എപ്പോഴും അവൾക്കൊരു പ്രപ്പോസൽ വരുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും നാട്ടിലെത്തി അതിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. ഈ ഒരു പ്രപ്പോസൽ വന്നപ്പോൾ ഞാൻ ഇവിടെ ആയിരുന്നു. എനിക്കതിൻ്റെ കല്യാണത്തിന് മുമ്പ് ഒത്തിരി ചടങ്ങുകൾ ഉണ്ടാവില്ല, അതിലൊന്നും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. എൻഗേജ്മെൻറ്റും അത്യാവശ്യം നന്നായിട്ടൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതും ഞാനിവിടെ ഇരുന്നിട്ട് വീഡിയോ കോളിലാണ് കണ്ടത്. ഒന്നിലും എനിക്ക് ഒരു ചേച്ചി എന്ന നിലയ്ക്ക് ഞാൻ പങ്കെടുക്കേണ്ടിയിരുന്ന ഒരുപാട് ചടങ്ങുകളിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. ഈവൻ അപ്പൂനെ പോലും ഞാൻ കണ്ടിട്ടേ ഇല്ലായിരുന്നു. ഇപ്പോൾ ഈ കല്യാണത്തിന് പോകുമ്പോൾ, കല്യാണത്തിന് കുറച്ച് ദിവസങ്ങൾ മുമ്പാണ് അപ്പൂനെ ഞാൻ നേരിട്ട് കാണുന്നത്. ഈ കല്യാണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഫോണിലൂടെ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ ഒരു ഇതെനിക്കുണ്ടായിരുന്നു. കാരണം എൻ്റെ കല്യാണത്തിന് എല്ലാ കാര്യത്തിനും മുന്നിൽ ഓടാൻ മിട്ടു ഉണ്ടായിരുന്നു. മിട്ടുവിൻ്റെ കല്യാണത്തിന് എനിക്ക് അതുപോലെ ഒരു പാർട്ടാവണം എന്നുണ്ടായിരുന്നു. പക്ഷേ കൂടെ നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് ആ സമയത്ത് പറ്റിയില്ല. അവളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ ബാലൻസ് ആയിപ്പോയി. പിന്നെ ഞാനല്ലാതെയുള്ള ഫാമിലിയിലുള്ള എല്ലാവരുടെ ചേട്ടന്മാരാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും അനിയത്തിമാരാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു സപ്പോർട്ടായിട്ട്. ശരിക്കും കസിൻസിൻ്റെ ഒരു കണക്ഷൻ എത്രത്തോളം ഉണ്ടെന്ന് ഇങ്ങനത്തെ ഓരോ സിറ്റുവേഷൻസ് ഫാമിലിയിൽ വരുമ്പോൾ മനസ്സിലാവും. കാരണം അല്ലാത്ത സമയങ്ങളിൽ എല്ലാവരും പല സ്ഥലങ്ങളിലും അവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരിക്കും. പക്ഷേ ഒരാവശ്യം വരുമ്പം എല്ലാവരും എത്ര ദൂരമാണെങ്കിലും എത്ര തിരക്കിലാണെങ്കിലും ഓടി വന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കാണുമ്പോൾ അത് ശരിക്കും ഒരു ബ്ലെസ്സിങ് ആണ്. എന്നെപ്പോലെ തന്നെ ഒത്തിരി കാലങ്ങളായിട്ട് മിട്ടുവിൻ്റെ കല്യാണത്തിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ് എൻ്റെ ഏട്ടൻ്റെ ഫാമിലിയും. അപ്പോൾ അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ മാറ്റി നിർത്തിയിട്ട് കല്യാണത്തിന് വേണ്ടി ട്രിവാൻഡ്രത്തുനിന്ന് വീട്ടിൽ വന്ന് താമസിച്ച് എല്ലാ കാര്യങ്ങൾക്കും അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു.
അവർ രണ്ടുപേരും കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വന്നു. ബിക്കോസ് അമ്മയ്ക്ക് എല്ലാത്തിനും ഹെൽപ്പായിരിക്കേണ്ട രണ്ട് ഇമ്പോർട്ടൻറ്റ് വ്യക്തികൾ, അമ്മയുടെ രണ്ട് സിസ്റ്റേഴ്സും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. കാരണം അവർക്ക് രണ്ടുപേർക്കും കാലിൽ ചെറുതായിട്ടൊരു ഫ്രാക്ചറൊക്കെ വന്നിട്ട് അവർക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ അവർക്കും ഭയങ്കര വിഷമമായിരുന്നു. അവരൊത്തിരി ആഗ്രഹിച്ചിരുന്നിട്ട് ഒരുപാട് പ്ലാനൊക്കെ ചെയ്തിട്ട് കല്യാണത്തിന് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്. ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, മിട്ടു ഭയങ്കര ടെൻഷനായിരുന്നു. കല്യാണത്തിൻ്റെ ദിവസം വരെ എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര സ്ട്രെസ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ കാണാൻ ഇത്ര കളർഫുള്ളായിട്ടുള്ള ഒരു ഫങ്ഷനാണെങ്കിലും എല്ലാവർക്കും ഒരുങ്ങണം, നല്ല ഭംഗിയിൽ ഡ്രസ്സ് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഉണ്ടാവുമെങ്കിലും കല്യാണം നടക്കുന്ന വീട്ടിലുള്ളവർക്കറിയാം അതിൻ്റെ ടെൻഷൻ എത്രത്തോളം ഉണ്ട്, അതിനുവേണ്ടി എത്ര കഷ്ടപ്പെടണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നടക്കുന്ന ദിവസം വരെ ആ ഒരു ടെൻഷൻ പുറത്തെത്ര ചിരിച്ചു നിന്നാലും അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളുടെ ടെൻഷൻ എന്തായാലും എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ ഇപ്പോൾ അടുത്തൊരു ദിവസം തൊട്ട് അവൾ വേറൊരു വീട്ടിൽ പോയിട്ട് താമസിക്കാൻ പോവുകയാണ്, നമ്മുടെ ഫാമിലിയിൽ നിന്ന് പോവുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുതിയ അനുഭവമല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എൻ്റെ കല്യാണത്തിന് എനിക്ക് ഈ ടെൻഷനൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം പോകുന്നത് ഞാനായിരുന്നു. ഞാൻ ജോലിയായിട്ട് അങ്ങ് പോയി. പക്ഷേ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ അനിയത്തി പോകുമ്പോൾ നമുക്കത്, അതായത് ഇനിയൊരാൾ പോകുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു വിഷമം അറിയുക. പിന്നെ ഓഫ് കോഴ്സ് ഞാൻ ഒത്തിരി ഹോസ്റ്റലിലൊക്കെ താമസിച്ച് പഠിച്ചതുകൊണ്ട് എനിക്ക് ഫാമിലിയിൽ നിന്ന് വിട്ട് നിന്നിട്ടുള്ള ഒരു ശീലം ഉണ്ടായിരുന്നു. അവൾക്ക് അത്രയ്ക്ക് അങ്ങനത്തെ ഒരു ശീലമില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് വേറൊരു ഫാമിലിയിൽ പോയിട്ട് ജീവിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവില്ല. എപ്പോഴും ഒരു പെൺകുട്ടികൾക്ക് കല്യാണം എന്ന് പറയുന്നത് ഒരു പറിച്ചു നടലാണ് എന്ന് പറയില്ലേ, അതുപോലെ ഇനി എങ്ങനെ അവിടെ പോയിട്ട് ജീവിക്കുമായിരിക്കും, എങ്ങനെ അവിടെ അഡ്ജസ്റ്റ് ആവും പുതിയ വീട്ടിൽ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ. പിന്നെ ഞങ്ങൾ ചെറിയൊരു ഫങ്ഷനായിട്ട് നടത്തിയത് കൊണ്ട് ഒത്തിരി ഒരു ഫാമിലി മൊത്തം ഹെൽപ്പ് ചെയ്തിട്ട് നടത്തിയൊരു കല്യാണമായിരുന്നില്ല. വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് ഈ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കൂടെ ഉണ്ടായിരുന്നത്. പല സ്ഥലങ്ങളിലും അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ പറയാണ്ടിരിക്കാൻ പറ്റില്ല, മകളുടെ കല്യാണത്തിന് ശേഷം അച്ഛൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് സത്യമാമൻ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ആക്റ്റീവായിട്ട് A to Z ഒരു കല്യാണത്തിൻ്റെ കാര്യങ്ങളിൽ ഇത്ര ഇൻവോൾവ് ആയിട്ടിരിക്കുന്നത് കണ്ടത്. പിന്നെ കസിൻസ് ആണെങ്കിലും ഡിഡോ, നന്ദു, ഫിഫി, നീതു, കിച്ചു, റിച്ചു, അങ്ങനെ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്കായിരുന്നു ഈ ഫങ്ഷൻ ഏറ്റവും കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരുന്നത്. അവരാണ് ഒരുപാട് കാര്യങ്ങളിൽ കൂടെ നിന്നത്. പിന്നെ എൻ്റെ സിസ്റ്റർ ഇൻ ലോ ജസ്മ, വല്യമ്മയുടെ മകൻ ചിക്കു, അനു, ഫിഫി, അങ്ങനെ എല്ലാ കസിൻസും എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്നു. ആരെയും ഒഴിവാക്കാൻ പറ്റില്ല. ബിക്കോസ് അവരുടെയൊക്കെ പ്രസൻസും ഈ വീഡിയോസിലൊന്നും എല്ലാവരും ഒത്തിരിയൊന്നും ഇല്ലെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും അവരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അച്ഛൻ്റെ 2 സിസ്റ്റേഴ്സ്, എൻ്റെ അച്ഛമ്മ, അങ്ങനെ എല്ലാവരും വന്ന് സന്തോഷത്തിൽ അനുഗ്രഹിച്ച് വിട്ടിട്ടുണ്ട്. അത് തന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ എൻ്റെ ഏട്ടൻ്റെ ബ്രദറിൻ്റെയും പാരൻസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് അത്ര ദൂരം ട്രാവൽ ചെയ്ത് അവർ വന്നു. അങ്ങനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത എല്ലാവരും അവരുടെ തിരക്കുകളൊക്കെ മാറ്റി വെച്ച്
വന്ന് ഈ ഒരു ഫങ്ഷനിൽ പങ്കെടുത്തത് തന്നെ ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഈ കല്യാണത്തിന് ഒരുപാട് ആൾക്കാരിനെ, ഫാമിലിയിലുള്ള ഒരുപാട് ആൾക്കാരിനെ ഞാൻ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കണ്ടു. പക്ഷേ എല്ലാവരുടെ അടുത്തും പോയിട്ട് സംസാരിക്കാനും എല്ലാവരുടെ അടുത്തും വിശേഷങ്ങൾ ചോദിക്കാനുള്ള ഒരു സമയമൊന്നും കിട്ടിയില്ല എനിക്ക്. കല്യാണത്തിൻ്റെ തിരക്കൊക്കെ കാരണം അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബിക്കോസ് നമ്മുടെ വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ അല്ലേ നമുക്കതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളും ഒക്കെ അറിയുള്ളൂ. ഒരു ഗസ്റ്റായിട്ട് പോകുമ്പോഴുള്ളതും നമ്മൾ അവിടെ റെസ്പോൺസിബിളായിട്ട് ഇരിക്കുമ്പോഴുള്ള ഒരു ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. കുറേ പേരിനെയൊക്കെ കണ്ടു, സംസാരിച്ചു, കുറേ പേരിൻ്റെ അടുത്ത് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. എനിവേസ്, എൻഗേജ്മെൻറ്റ് തൊട്ട് കല്യാണം വരെയുള്ള ഒരു വലിയ നീണ്ട കാത്തിരിപ്പിന് ശേഷം അവർ കല്യാണം കഴിഞ്ഞു. ഇനിയാണ് ലൈഫ് സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. പിന്നെ എൻ്റെ ഏട്ടൻ ഓഫ് കോഴ്സ് ഈ കല്യാണത്തിൻ്റെ ഡിസ്കഷൻ തുടങ്ങുന്ന സമയം തൊട്ട് ഈ കല്യാണം കഴിഞ്ഞ് അപ്പൂൻ്റെ വീട്ടിലുള്ള ഫങ്ഷൻസിന് വരെ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ കൂടെ ഒരു സപ്പോർട്ടായിട്ട് നിന്ന ഏട്ടനാണ്. അതും പറയാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കല്യാണത്തിന് വന്ന് എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്നവർക്കും വന്ന് പങ്കെടുത്ത് പോയവർക്കും എല്ലാവർക്കും വലിയൊരു താങ്ക് യു. അത്രയുള്ളൂ. ബൈ.